പതിനായിരക്കണക്കിന് മനുഷ്യരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നഷ്ടപ്പെട്ട ഫലസ്തീൻ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഫലസ്തീനികൾക്ക് നോമ്പായിരുന്നു. അന്നത്തെ ജുമുഅ നിസ്കാരം അവർ നിർവഹിക്കുന്നതിൻ്റെ ദൃശ്യം പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മേൽക്കൂരയോ ഭദ്രമായ തറയോ ഇല്ലാത്ത തകർന്നു തരിപ്പണമായ കെട്ടിടങ്ങൾക്കിടയിൽ മുസല്ല വിരിച്ചാണ് അവർ ജുമുഅ നിസ്കരിച്ചത്. ഈ ആകാശ കാഴ്ച നോക്കൂ, എത്ര മനോഹരമാണ്! ഗസയിലെ റഫയിൽ നിന്ന് വരുന്ന ഇഫ്താറിൻ്റെ ദൃശ്യമാണ്. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ ഇരിപ്പിടമൊരുക്കിയാണ് അവർ ഇഫ്താറിന് വന്നിരിക്കുന്നത്. വിഭവങ്ങൾ നിറഞ്ഞൊഴുകുന്ന ഭക്ഷണത്തളികകൾ അവരുടെ മുന്നിലില്ല. പക്ഷേ ഇത്രമേൽ മധുരം നിറഞ്ഞ ഇഫ്താറുകൾ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ആകാശത്ത് നിന്ന് നോക്കുന്ന മാലാഖമാർക്ക് ഗസയിൽ പൂവുകൾ വിരിഞ്ഞ ദൃശ്യം കാണുന്ന പ്രതീതി. ഒരു വർഷത്തിലേറെയായി വെടിവെപ്പും അനിശ്ചിതാവസ്ഥയും നിറഞ്ഞ ഫലസ്തീനിലാണ് റമദാൻ വന്നതോടെ വിശ്വാസത്തിൻ്റെ ത്യാഗപർവം താണ്ടി ഒരു കീറ് കാരക്ക കയ്യിൽ പിടിച്ച് വാങ്കുലിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നത്. പള്ളികളും പാഠശാലകളും മുഴുക്കയും നഷ്ടപ്പെട്ട് വെള്ളവും ഭക്ഷണവും ഇത്തിരി മാത്രം കിട്ടി ജീവിതം അഗ്നിപരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും നോമ്പിൻ്റെയും വിശപ്പിൻ്റെയും രുചിയോടെയാണ് ഗസ ഇഫ്താറിന് അണിനിരക്കുന്നത്, നിസ്കാരങ്ങൾക്ക് വേണ്ടി നാഥന് മുന്നിൽ കുമ്പിടുന്നത്. ഇത്രമേൽ മുറിവേറ്റൊരു ഗസ ഇനി ഈ ലോകത്ത് പിറക്കാതിരിക്കട്ടെ. റമദാൻ ആത്മാവിനെ എന്ന പോലെ ഗസയെയും ധന്യമാക്കട്ടെ.